Hi friends, welcome to Pradap Tech. 64 മെഗാപിക്സൽ ക്യാമറയുമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫോണാണ് Realme XT. ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് മികച്ച ഒരു പ്രൈസിൽ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് ലോഞ്ച്. എന്തായാലും കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് നോക്കാം. 6.4 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. ഡ്യൂ ഡ്രോപ്പ് നോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. Gorilla Glass 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass 5 തന്നെയാണ്. അപ്പം ഗ്ലാസ് ഡിസൈനുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. വൈറ്റ് ബ്ലൂ ഒരു രണ്ട് കളർ വേരിയന്റിൽ വരുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ, ഒരു നോട്ടത്തിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നല്ല ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ കാണുന്ന ആ തരത്തിലുള്ള ഡിസൈനുകൾ തന്നെ. അപ്പം നല്ല സ്റ്റൈലിഷ് ആയ ഒരു ഡിസൈനും ബിൽറ്റ് ക്വാളിറ്റിയും ഒക്കെ ഒരു ഗ്ലാസ് ഡിസൈനൊക്കെ ആയിട്ട് നല്ലൊരു ഫോണാണ് മൊത്തത്തിൽ. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Snapdragon 712 ആ ഒരു പ്രോസസർ കുറച്ച് ദിവസമായി റിയൽമി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും അതേ പ്രോസസർ തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു മിഡ് റേഞ്ചിൽ 15,000-20,000 റേഞ്ചിൽ നോക്കിയാൽ ഒരു മികച്ച പ്രോസസർ തന്നെയാണ് Snapdragon 712. അതുകൊണ്ട് അതിന് മോശമൊന്നും പറയാനില്ല. ഒരു മികച്ച പ്രോസസർ അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് നമുക്കറിയാം. Realme 5 Proയിലും അതേപോലെ Vivo Z1 Proയിലും ഒക്കെ നമ്മൾ കണ്ട ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്തുണ്ടാവുക. 4GB RAM 64, 6GB RAM 64, 8GB RAM 128GB സ്റ്റോറേജ്. ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. LPDDR4X RAM ഉണ്ട്. UFS 2.1 സ്റ്റോറേജും വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പിൽ ഒരു പവർഫുള്ളായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫോണുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ GW1 സെൻസർ 64 മെഗാപിക്സലിൻ്റെ ആ സെൻസർ വെച്ചിട്ടുള്ള 64 മെഗാപിക്സൽ മെയിൻ ക്യാമറയാണുള്ളത്. f1.8 ആപ്പച്ചർ, 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ, 2 മെഗാപിക്സൽ മാക്രോ, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ. ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, സോണി IMX471 സെൻസർ. ആ ഒരു സെൻസർ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ തരാറുണ്ട്. അപ്പോൾ ഒരു മികച്ച ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിനകത്തുണ്ട്. ബാക്കിയുള്ള വിശദാംശങ്ങളെല്ലാം നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാം. ബാറ്ററി 4000 mAh ബാറ്ററി ഉണ്ട്. vooc 3.0 ചാർജറും വരുന്നത്. 20 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. ടൈപ്പ് സി പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് 4GB RAM 64GB വരുന്നത് 15,999 രൂപയാണ്. 6GB RAM 64 16,999 രൂപയും. അതേസമയം 128GB സ്റ്റോറേജ് 8GB RAM 128GB സ്റ്റോറേജിന് 18,999 പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ 3 പ്രൈസ് വേരിയന്റുകളാണ് ഈ ഫോൺ അവൈലബിൾ ആവുക. നല്ലൊരു ഫോൺ തന്നെ, നല്ലൊരു പ്രൈസിങ് തന്നെ. 15,999 രൂപയ്ക്ക് നമുക്ക് 4GB RAM കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 1000 കൂടി കൂടുതൽ കൊടുത്താൽ 6GB RAM കിട്ടും. അപ്പോൾ 16,999 6GB RAM സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ, Gorilla Glass 5 പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നു. മികച്ച ഒരു പ്രോസസർ, നല്ല ഫാസ്റ്റായ റാമും സ്റ്റോറേജും, കൂടുതൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടിൻ്റെ ഓപ്ഷനും കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയ ക്യാമറ സെറ്റപ്പ് 64 മെഗാപിക്സലിൻ്റെ ക്യാമറ, ക്വാഡ് ക്യാമറ സെറ്റപ്പ്, നല്ലൊരു ബാറ്ററി, അതിനൊപ്പം vooc 3.0. ഇനി പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. റിയൽമിയോടൊന്നല്ല, ഏത് ബ്രാൻഡായാലും ഇങ്ങനെ ഒരു ഫോൺ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും എന്തെങ്കിലും അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറയാനില്ല. അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ഓൺ പേപ്പർ ഡീറ്റെയിൽസ് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു മികച്ച ഫോൺ, ഈ ഒരു മികച്ച സ്പെസിഫിക്കേഷൻ, നമ്മൾ പല ബ്രാൻഡുകളും നമ്മൾ സ്പെസിഫിക്കേഷൻ അടിപൊളിയായിട്ട് കാണും. പക്ഷേ റിയൽ ലൈഫ് യൂസേജിലേക്ക് വരുമ്പോൾ പലതരം ഇഷ്യൂസ് കാണാറുണ്ട്. പക്ഷേ റിയൽമി ഫോണുകളിൽ പൊതുവേ റിയൽ ലൈഫ് യൂസേജിൽ കാര്യമായ ഇഷ്യൂസ് ഒന്നും കാണാറില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. അന്നേരം ആ ഒരു കാര്യത്തിൽ ആ ഒരു ബ്രാൻഡ് വിജയിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മികച്ച സ്പെസിഫിക്കേഷനാണ്. ഇതിൻ്റെ റിയൽ ലൈഫ് യൂസേജും ഇതുപോലെ തന്നെ നന്നായിരുന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു ബെസ്റ്റ് ഫോണായിരിക്കും ഈ Realme XT എന്നുള്ളതിൽ യാതൊരു സംശയമാണ്. സെയിൽ 16-ാം തീയതി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 64,000 യൂണിറ്റ് അവർ സെയിലിന് വെക്കുമെന്നാണ് പറയുന്നത്. അത്രയും യൂണിറ്റുകൾക്കും ആദ്യത്തെ 6 മാസത്തേക്ക് ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമായിരിക്കും. എന്തായാലും 6 മാസം വരെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓഫറും അവർ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് Realme XT കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓൺ പേപ്പർ ഓഫർ പ്രൈസ് എല്ലാം തന്നെ ബെസ്റ്റാണ്, മികച്ചതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ റിയൽ ലൈഫ് യൂസേജ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ Realme ബഡ്സ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, അതേപോലെ തന്നെ ഒരു കേസ് 399 ഒരു കേസ്, അതേപോലെ ഒരു പവർ ബാങ്ക് 10,000 mAh അങ്ങനെ കുറേ ഐറ്റം കൂടി ഇതിൻ്റെ ഒപ്പം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസുമായിട്ടാണ് Realme കഴിഞ്ഞൊരു ലോഞ്ച് ഇവൻ്റ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ റിവ്യൂസിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ